കൊല്ലം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎഫ്ഐ അതിക്രമത്തിൽ 2 ദിവസത്തിന് ശേഷം കേസെടുത്ത പോലീസ്. ജനപ്രതിനിധികളടക്കമുള്ള 4 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. അവർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മാർച്ച് 10-നാണ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമം നടത്തിയത്. മുതുവിലാക്കാട് ക്ഷേത്രത്തിൽ കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും തുടർന്ന് പ്രദേശത്തെ RSS പ്രവർത്തകനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ അക്രമികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുകയും പോലീസിന് നേരെ കയ്യേറ്റമുണ്ടാവുകയും ചെയ്തത്. പ്രതികളെ പുറത്തേക്കിറക്കാനായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളുടെ ശ്രമം. പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിരോധിച്ചെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യാങ്കളി തുടർന്നു. സംഭവത്തിൽ 2 ദിവസത്തിന് ശേഷമാണ് പോലീസ് കേസെടുക്കുന്നത്. ജനപ്രതിനിധിയായ അരവിന്ദ് ഉൾപ്പെടെ 4 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയുമാണ് ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. നടപടി വൈകിയതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട്. ജനം, കൊല്ലം.